വൈക്കം കുമരകം റോഡുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളിലെ പ്രധാനപ്പെട്ട പാലങ്ങളിൽ ഒന്നാണിത്. വർഷങ്ങളായി ഈ പാലം ഈ ഒരു ദുരവസ്ഥയിൽ തന്നെ തുടരുകയാണ്. സർക്കാർ ഇതുവരെയും ഈ പാലം നിർമ്മിച്ചു തീർക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ പിന്തുടരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്നാൽ പോലും വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 16 മാസത്തിൽ അധികമായി ഈ പാലം ഈ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. വർഷങ്ങളായി പൂർത്തിയാകാത്ത പാലമാണ് വൈക്കം കുമരകം ബന്ധിപ്പിക്കുന്ന അഞ്ചുമനപ്പാലം. കുടവച്ചൂർ എന്ന സ്ഥലത്ത് അഞ്ചുമനപ്പാലം പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങൾ ഏറെയായി. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പ്രദേശവാസികളുടെ വീടുകളിൽ പോലും കയറാൻ സാധിക്കാത്ത വിധം പാലത്തിന്റെ പണി ഇതുവരെയും പൂർത്തിയാക്കാതിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അധികൃതർ ഇതുവരെയും ഈ പാലം പൂർത്തിയാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല. ഇതിനെതിരെ നിരവധി ആളുകൾ രംഗത്തെത്തിയെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ തന്നെ അതെല്ലാം പാതി വഴിയെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു അവർക്ക് വന്നത്. പ്രദേശവാസിയായ പാലത്തിന് അടുത്തുള്ള വീട്ടിലെ വ്യക്തികൾ പോലും പറയുന്നത് ആർക്ക് പരാതി കൊടുത്തിട്ടും ഒരു ഉപകാരവും ഉണ്ടാകുന്നില്ല, ഇപ്പോഴും ഈ അനാസ്ഥ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നാണ്. പാലത്തിന്റെ പണിയും ഇനിയും പൂർത്തിയാക്കാത്തതിനാൽ തന്നെയും നിരവധി യാത്രക്കാർക്കാണ് ഇതുവഴി ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പാലത്തിന് താഴെയായിട്ടുള്ള ചെറിയ വഴിയിൽ കൂടിയാണ് ഇപ്പോൾ നിരവധി വാഹനങ്ങൾ കുമരകത്ത് നിന്ന് വൈക്കത്തോട്ടും വൈക്കത്ത് നിന്ന് കുമരകത്തോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണം കൃത്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വത പരിഹാരം ഇതുവരെയും അവിടെ നിർമ്മിച്ചിട്ടുമില്ല. നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. പാലത്തിന് മുമ്പുള്ള വലിയ കുഴികളും കല്ലുകളും വളരെയേറെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് വണ്ടികൾക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം പോലും ഇപ്പോൾ അവിടെയില്ല. എന്നാൽ ഇതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നുമില്ല. എന്നാൽ 6 മാസത്തിനുള്ളിൽ പാലം പൂർത്തിയാക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും പാലത്തിന് കൃത്യമായ പണികളൊന്നും നടക്കുന്നതായി കാണുന്നില്ല. അധികൃതർ ഇനിയെങ്കിലും കൃത്യമായി പാലം പണിതു തീർക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.